ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗം. ശാരീരം, വാങ്മയം, മാനസം എന്നിങ്ങനെ 3 തരം തപസ്സിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അവ മൂന്നും സത്വം, രജസ്, തമസ് എന്നീ ഗുണഭേദങ്ങൾക്കനുസരിച്ച് 3 വിധമായി മാറുന്നതിനെ ഉപദേശിക്കാൻ പോവുകയാണ്. ആദ്യമായി സാത്വിക തപസ്സിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. 17-ാമത്തെ ശ്ലോകം. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈഃ അഫലാകാംക്ഷിഭിർയുക്തൈഃ സാത്വികം പരിചക്ഷതേ. അഫലാകാംക്ഷിഭി, ഫലം ഇച്ഛിക്കാത്തവരായി, യുക്തൈഹി, യോഗികളായ, നരൈ, മനുഷ്യരാൽ, പരയാ, മുഖ്യമായ, ശ്രദ്ധയാ, വിശ്വാസത്തോടുകൂടി, തപ്തം, ആചരിക്കപ്പെട്ടതായ, തത് ത്രിവിധം, ആ 3 വിധമായ, തപഃ, തപസ്, സാത്വികം പരിചക്ഷതേ, സാത്വികം എന്ന് പറയപ്പെടുന്നു. കർമ്മഫലത്തെ ആഗ്രഹിക്കാത്തവരും ചിത്തത്തിന് ഏകാഗ്രതയുള്ളവരുമായ മനുഷ്യരാൽ ശ്രദ്ധയോടുകൂടി ശാരീരികം, വാങ്മയം, മാനസം എന്നീ 3 വിധങ്ങളിൽ ചെയ്യപ്പെടുന്ന തപസ്സിനെ സാത്വികം എന്ന് പറയുന്നു. ഫലം ഇച്ഛിക്കാതെ അതീവ ശ്രദ്ധയോടെ ആചരിക്കുന്ന തപസ് സാത്വികമാണ്. മനോനിയന്ത്രണം സാധിച്ച യോഗികൾ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരാവില്ല. വർത്തമാനകാലത്തെ പ്രവൃത്തി എന്താണോ അതനുസരിച്ചായിരിക്കും ഭാവി എന്ന പൂർണ്ണ ബോധ്യത്തോടെ ഫലത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് ബുദ്ധിശൂന്യതയാണ് എന്നതറിഞ്ഞ് അവർ കർമ്മം ചെയ്യുന്നു. ഉത്കൃഷ്ടമായ ശ്രദ്ധയും ഫലത്തിൽ ആഗ്രഹമില്ലായ്മയും മനസമാധാനവും ചേർന്ന് അനുഷ്ഠിക്കപ്പെടുന്ന ശുദ്ധവും ദൃഢവുമായ കർമ്മം സാത്വിക കർമ്മമാണ്. അടുത്ത ശ്ലോകത്തിൽ രാജസ തപസ്സിനെക്കുറിച്ച് പറയുന്നു. 18-ാമത്തെ ശ്ലോകം. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. സത്കാരമാന പൂജാർത്ഥം, സത്കാരം, മാനം, പൂജ ഇവയ്ക്ക് വേണ്ടിയും, ദംഭേന ഏവ ച, ദംഭ് നടിച്ചുകൊണ്ട് തന്നെയും, യത് തപഃ, യാതൊരു തപസ്, ക്രിയതേ ചെയ്യപ്പെടുന്നുവോ, രാജസം, രാജസമെന്ന് പ്രോക്തം പറയപ്പെട്ട, തത് അത്, ആ തപസ്, ഇഹ ഇവിടെ, ഈ ലോകത്ത്, അധ്രുവം ഫലസിദ്ധി വരെ നിൽക്കാത്തതും, ചലം മാറ്റമുള്ളതും ആകുന്നു. ഏതൊരു തപസ് മറ്റുള്ളവരിൽ നിന്നും സൽക്കാരവും മാനവും പൂജയും കിട്ടാനായി അഹന്തയോടുകൂടി ചെയ്യപ്പെടുന്നുവോ, നിഷ്ഠയും വ്യവസ്ഥയും ഇല്ലാത്ത അത് രാജസ തപസ്സാകുന്നു. ഞാൻ ധർമ്മിഷ്ഠനും തപസ്വിയുമായ ബ്രാഹ്മണനാണ് എന്ന് അംഗീകരിക്കപ്പെടണം. തന്നെ കാണുമ്പോൾ മറ്റുള്ളവർ എഴുന്നേൽക്കണം, അഭിവാദനം ചെയ്യണം, പാദപൂജ ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങളോടുകൂടി ഔദ്ധത്യത്തോടെ ചെയ്യുന്ന തപസ് രാജസമാണ്. അതിൻ്റെ ഫലത്തിന് സ്ഥിരത ഉണ്ടായിരിക്കുകയുമില്ല. ആത്മനിയന്ത്രണത്തിലൂടെ സമ്പാദിച്ച തപശക്തിയെ ആത്മവികാസത്തിനാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ അല്ലാത്തവരെ മിഥ്യാചാരന്മാർ എന്ന് ഭഗവാൻ തന്നെ വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. ഇനി താമസ തപസ് എന്തെന്ന് പറയുന്നു 19-ാമത്തെ ശ്ലോകത്തിൽ. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. മൂഢഗ്രാഹേണ, മൂഢവിശ്വാസം കൊണ്ടോ, ആത്മനഃ തൻ്റെ, പീഡയാ പീഡ കൊണ്ടോ, പരസ്യഃ ശത്രുവിൻ്റെ അല്ലെങ്കിൽ അന്യൻ്റെ, ഉത്സാദനാർത്ഥം വാ നാശത്തിനായിട്ടോ, യത് തപഃ യാതൊരു തപസ്, ക്രിയതേ ചെയ്യപ്പെടുന്നു, തത് ആ തപസ്, താമസം ഇതി താമസം എന്ന് ഉദാഹൃതം പറയപ്പെടുന്നു. അവിവേകപരമായ ഉദ്ദേശത്തോടെ സ്വയം പീഡിപ്പിച്ചുകൊണ്ടോ അപരനെ നശിപ്പിക്കാൻ വേണ്ടിയോ ഏതൊരു തപസ് അനുഷ്ഠിക്കപ്പെടുന്നുവോ
അതിനെ താമസ തപസ് എന്ന് പറയുന്നു. അറിവുകേടുകൊണ്ടുണ്ടായ മൂഢവിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി ആഹാരം ഉപേക്ഷിച്ചും മറ്റ് കഠിനമായ ശാരീരിക പീഡകൾ ചെയ്തും ക്ലേശമനുഭവിക്കുന്നവരുണ്ട്. ശത്രുവിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തപസ്സനുഷ്ഠിക്കുന്നവരും അജ്ഞാനികളാണ്. ഇത്തരത്തിലൊക്കെ കഷ്ടപ്പെട്ടാൽ പലതും സാധിക്കാമെന്ന് വിവരക്കേടുകൊണ്ട് അവർ വിശ്വസിക്കുന്നു. താമസ തപസ്സിൻ്റെ അടിസ്ഥാനം തന്നെ ഈ മൂഢവിശ്വാസങ്ങൾ അഥവാ അജ്ഞാനമാണ്. എന്താണ് തപസ് എന്ന് തപസ്വിക്ക് ശരിയായ ബോധമില്ലെങ്കിൽ ആധ്യാത്മിക മാർഗത്തിൽ സ്വതന്ത്രമായി മുന്നോട്ടു പോകാനോ ആത്മവികാസം നേടാനോ അവർക്ക് സാധ്യമാവില്ല. അവർ വികൃത വ്യക്തിത്വത്തിന് ഉടമകളാകും, തനിക്കും സമൂഹത്തിനും അനർത്ഥം വരുത്തി വയ്ക്കുകയും ചെയ്യും. അടുത്ത ശ്ലോകം മുതൽ ദാനത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ത്രിഗുണങ്ങൾക്കനുസരിച്ച് ദാനവും 3 തരമുണ്ട്. ആദ്യം സാത്വിക ദാനത്തെക്കുറിച്ച് പറയുന്നു 20-ാമത്തെ ശ്ലോകത്തിൽ. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാതവ്യം ഇതി ദാനം ചെയ്യേണ്ടതാണ് എന്ന് വെച്ച് അനുപകാരിണേ ഉപകാരിയല്ലാത്തവന് ദേശേ ദേശത്തിലും കാലേ കാലത്തിലും പാത്രേച പാത്രത്തിലും യത് ദാനം ഏതൊരു ദാനം ദീയതേ കൊടുക്കപ്പെടുന്നുവോ തത് ദാനം ആ ദാനം സാത്വികം സ്മൃതം സാത്വികം എന്ന് വിചാരിക്കപ്പെടുന്നു. ഇത് കൊടുക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് എന്ന ബോധത്തോടെ പ്രത്യുപകാരം ചെയ്യാൻ കഴിവില്ലാത്തവന് ഉചിതമായ ദേശത്തിലും ഉചിതമായ കാലത്തിലും ഉചിതമായ പാത്രത്തിലും കൊടുക്കുന്ന ദാനം സാത്വികമാണ്. ദാനത്തിന് മുഖ്യമായി 3 ഘടകങ്ങളുണ്ട്: ദേശവും കാലവും പാത്രവും. അർഹിക്കുന്നവന് മാത്രമേ ദാനം ചെയ്യാവൂ. തിരികെ പ്രതിഫലമായി യാതൊന്നും പ്രതീക്ഷിക്കരുത്. സ്വന്തം കർത്തവ്യമായിട്ട് മാത്രമേ ആ ദാനത്തെ കരുതാവൂ. ദാനം ചെയ്യുമ്പോൾ ഇതുകൊണ്ട് എനിക്ക് ഈശ്വരപ്രീതി കിട്ടണം എന്ന് പോലും ഇച്ഛിക്കരുത്. ഭൂകമ്പം, സാംക്രമിക രോഗങ്ങൾ എന്നിവ കൊണ്ട് കഷ്ടപ്പെടുന്ന ദേശക്കാരെ സഹായിക്കാം. അത്യുഷ്ണം, അതിശീതം തുടങ്ങി കാലദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ദാനം ചെയ്യാം. വാങ്ങുന്നവൻ്റെ അർഹത നോക്കി ദാനം ചെയ്യണം. യജ്ഞം പോലെ തന്നെ ഫലാസക്തി ഇല്ലാതെ ചെയ്യുന്ന ദാനം സാത്വിക ദാനമാകുന്നു. ഇനി രാജസദാനത്തെക്കുറിച്ച് പറയുന്നു 21-ാമത്തെ ശ്ലോകത്തിൽ. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം. പുനഃ പിന്നെ പ്രത്യുപകാരാർത്ഥം പ്രത്യുപകാരത്തിനായിട്ടോ ഫലം പ്രയോജനത്തെ ഉദ്ദിശ്യ വ ഉദ്ദേശിച്ചിട്ടോ പരിക്ലിഷ്ടം ക്ലേശിച്ചിട്ടോ യത് തു യാതൊന്നാകട്ടെ ദീയതേ കൊടുക്കപ്പെടുന്നുവോ തത് ദാനം ആ ദാനം രാജസം സ്മൃതം രാജസം എന്ന് സ്മരിക്കപ്പെട്ടിരിക്കുന്നു. യാതൊരു ദാനമാകട്ടെ പ്രത്യുപകാരത്തെ ആഗ്രഹിച്ചുകൊണ്ടോ പിന്നീട് ഫലമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ മനസംതൃപ്തി കൂടാതെയോ നൽകപ്പെടുന്നുവോ ആ ദാനം രാജസം ആയി സ്മരിക്കപ്പെടുന്നു. രാജസദാനത്തിൽ സ്വാർത്ഥതയുണ്ടായിരിക്കും. ഒന്നുകിൽ ഉപകാരം ചെയ്തതിന് പകരം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ലക്ഷ്യമാക്കി. അതുമല്ലെങ്കിൽ ഇത് കൊടുക്കാതെ ഇരിക്കാൻ വേറെ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട് ക്ലേശിച്ചു കൊടുക്കുന്നു. ഇതൊക്കെയാണ് രാജസദാനത്തിൻ്റെ ലക്ഷണങ്ങൾ. ചിലർ എന്ത് ചെയ്യുമ്പോഴും നാളെ എനിക്കിതിനൊരു പ്രത്യുപകാരം ലഭിക്കും എന്ന ചിന്തയോടെയാണ് അത് ചെയ്യുക. ദാനധർമ്മങ്ങൾ ചെയ്താൽ തനിക്ക് സ്വർഗസുഖപ്രാപ്തി ഉണ്ടാകും, അല്ലെങ്കിൽ രോഗശാന്തിക്ക് ഈ ദാനം നല്ലതാണ് എന്നൊക്കെ അവർ വിചാരിക്കും. ഇതിനൊക്കെ വേണ്ടി ഇത്രയൊക്കെ ചെലവാക്കേണ്ടി വരുന്നുണ്ടല്ലോ, വേറെ വഴിയില്ലല്ലോ എന്ന ചിന്തയും അവരെ ആ സമയം അലട്ടുന്നുണ്ടാവും. അതൊക്കെയാണ് രാജസദാനത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി താമസദാനം എന്താണെന്ന് നോക്കാം 22-ാമത്തെ ശ്ലോകത്തിൽ.
അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാലേ, ദേശകാലത്തിലല്ലാതെ, അതായത് വേണ്ട സ്ഥലത്തും സമയത്തും അല്ലാതെ, അപാത്രേഭ്യ അനർഹന്മാർക്ക്, അസത്കൃതം ബഹുമാനം കൂടാതെ, അവജ്ഞാതം നിന്നയോടുകൂടി, യത് ദാനം യാതൊരു ദാനം, ദീയതേ കൊടുക്കപ്പെടുന്നുവോ, തത് താമസം ഉദാഹൃതം അത് താമസം എന്ന് പറയപ്പെടുന്നു. ആവശ്യമില്ലാത്തിടത്തും അനുചിതമായ കാലത്തും അർഹതയില്ലാത്തവർക്ക് ബഹുമാനമില്ലാതെയും പുച്ഛിച്ചും കൊടുക്കുന്ന ദാനം താമസദാനമാകുന്നു. ദേശകാലങ്ങളും പാത്രവും നോക്കാതെ എന്ന് പറഞ്ഞാൽ എവിടെ വച്ച്, എപ്പോൾ, ആർക്ക് എന്നുള്ളതൊന്നും പരിഗണിക്കാതെ എന്നർത്ഥം. അപാത്രം എന്നത് സ്വാർത്ഥികളും പരോപദ്രവികളും മൂർഖന്മാരും ആയവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദാനം വാങ്ങുന്നയാളെ ഈശ്വരനായി കണ്ട് ബഹുമാനിച്ചു വേണം ദാനം കൊടുക്കാൻ. എന്നാൽ തിരസ്കരിച്ചും പുച്ഛിച്ചും ഇതാ കൊണ്ടുപോ എന്ന ഭാവത്തോടെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് അസത്കൃതം, അവജ്ഞാതം എന്നീ വാക്കുകൾ കൊണ്ട് ബോധിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും സാത്വികദാനത്തിൻ്റെ നേർവിപരീതമാണ് താമസദാനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹരി ഓം തത്സത്.